സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയിൽ യൂട്യൂബർ തൊപ്പിയുടെ കൂട്ടാളിയായിരുന്ന മമ്മു പിടിയിൽ. ഞാള് പൊലച്ചൊക്കെ വന്നേ. ഓ മറ്റേ രണ്ടെണ്ണം എവിടെ? തമ്പ്രാനും മാണിക്കനും പിന്നാലെ വരുന്നുണ്ട്. വെറുതെ നിൽക്കുമ്പം ടൈം പാസിന് കുടിസിയും കാണാൻ പോവുക. പൊന്നു മോനെ മമ്മു, നീ പറയുന്നത് നിനക്ക് വല്ല ധാരണയുണ്ടോ? നീ എന്തായി പറഞ്ഞു വെക്കുന്നതെന്ന്? അത് നീ തള്ളുന്നയാണോ? എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. തൊപ്പിയും തൊപ്പിയുടെ ഗ്യാങ്ങും. തൊപ്പി അറിയാലോ, മായം 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 ജാലം 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 ഇന്നും എന്നും മനസ്സിന്റെ ഉള്ളിൽ ഓടിയെത്തും മയക്കണ്ണൻ. ഒരുപാട് കോൺട്രവേഴ്സീസ് ഉണ്ടാക്കിയ ഒരു യൂട്യൂബറാണ്, ഗെയിമറാണ്. പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗ്യാങ് സെറ്റപ്പാണ്. ചന്ദ്ര, എന്തോ ചെലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചെലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ? അപ്പൊ ഈ ഗ്യാങ്സ് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഇന്ററാക്ഷനും കളിയാക്കലും ആ ഒരു ഫ്രണ്ട്സ് വൈബ് ഉണ്ടല്ലോ, അതൊക്കെയാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു മെയിൻ കോണ്ടന്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ തൊപ്പിയുടെ ഗ്യാങ്ങിൽ പെട്ട ഒരു വ്യക്തിയാണ് മമ്മു എന്ന് പറയുന്ന ഒരു പയ്യൻ. ആ കൂട്ടത്തിൽ ഏറ്റവും അലമ്പ് അവനാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. നിയാദ് എന്ന് പറയുന്ന ഇവന് ആകെ കാണിച്ചത് എന്ന് വെച്ചാല് ഈ ഷമീർ വാണം പെടുന്നതാണ്. ഷമീർ ഇതാക്കുന്നതാണ്. കാര്യം ഇവൻ ഒരു ബെല്ലും ബ്രേക്കും ഇല്ലാത്തവനാണ്. ഇവൻ എന്താണ് പറയേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് പലപ്പോഴും തോന്നിയിട്ടില്ല. അല്പം ഓവറായിട്ട് ബിഹേവ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് പലപ്പോഴും. പോയി പറയടാ. ഒരു വകതിരിവില്ലാത്ത ഒരു പയ്യൻ. അവൻ എത്ര വയസ്സുണ്ടെന്ന് അറിയത്തില്ല, എന്തായാലും 10-18 വയസ്സ് മുകളിൽ എന്തായാലും ഉണ്ടാവും, 20 വയസ്സ് പുറത്ത് എന്തായാലും ഉണ്ടാവും. കാര്യം ആമാതിരി കയ്യിലിരിപ്പാണ് ഇവന്റെ കയ്യിലിരിക്കുന്ന പരിപാടികൾ. ഞാൻ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്ര വയ്ക്കുന്ന കക്ഷിയാ ഈ മമ്മു എന്ന് പറയുന്ന ഈ പയ്യന്റെ ഒരു ഇന്റർവ്യൂ വെറൈറ്റി മീഡിയയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മമ്മുവിന്റെ ഇന്റർവ്യൂലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവൻ ഈ ഇന്റർവ്യൂവിനകത്ത് വന്നിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നു. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം ആണ് ആ ചെറുക്കിന് വളരെ ഫണ്ണായിട്ട് വന്നിരുന്ന് പറയുന്നത്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഇവന്റെ ഒരു 10-16 വയസ്സുള്ളപ്പോൾ തന്നെ ഇവൻ നാട്ടുകാരെ മൊത്തം അങ്ങ് വെറുപ്പിക്കും. ആ വെറുപ്പിക്കാനുള്ള റീസൺസ് ഇതൊക്കെയാണ്. കുളിമുറികൾ മാറിപ്പോയി കുളിസിയും കാണുമായിരുന്നു. എനിക്ക് കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ സമയമായി. ആരും എന്റെ അടുത്തേക്ക് വരരുത്, ആരും അടുത്തേക്ക്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവൻ വന്നിട്ട് പറയുന്നത്. പെൺകുട്ടികൾ ഇവന് തീരെ ഇഷ്ടമെന്ന് പറയുന്നുണ്ട്. ഇവരുടെ നാട്ടിലൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി പാല് മേടിക്കാൻ പോകുന്ന സമയത്ത് എന്താ വരമ്പിന്റെ അടുത്ത് തുടങ്ങാണ്ടാണ് പോകുന്നത്. അവിടെ ഒരു ഇടവഴി വെച്ചിട്ട് ഇവൻ വെറുതെ ഒരു പൊട്ടിയിടം കൊടുത്തു ആ പെൺകൊച്ചിന്. ഇവൻ വന്നിട്ട് പറയുകയാണ് അത് ഫണ്ണ് പോലാണ് പറയുന്നത്. കാമപ്രാന്ത, നിനക്ക് എന്തിന്റെ ക്രിമിയടിയാടാ? ഇപ്പൊ ഇങ്ങനെയുള്ള വേലത്തരങ്ങളാണ് ഇവന്റെ കയ്യിരിക്കുന്നത്. അങ്ങനെ നാട്ടുകാരെ മൊത്തം വെറുപ്പിച്ചു വെച്ചേക്കാണ്. ഇവനിപ്പോ ഈ പറഞ്ഞ കാര്യം ചെയ്യുന്നത് 16-ാമത്തെ വയസ്സിലാണെന്ന് ഓർക്കണം. അതും വളരെ ഫണ്ണായിട്ടാണ് പറയുന്നത്. ജനലിന്റെ അടുത്ത് ജനലിൽ എറിഞ്ഞു പൊളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും കുളിസി. അതാ നാട്ടുകാരുടെ ജനലെറിഞ്ഞു പൊളിക്കുക, ഒളിഞ്ഞു നോക്ക്, കുളിസി, ഇതൊക്കെയാണ് ഇവന്റെ കലാപരിപാടികൾ. അതൊക്കെ ഈ ശശിയുടെ നാടൻ ശൈലിയല്ലോ. കുറച്ചു നാൾക്ക് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. അത് കേട്ടിട്ട് ആങ്കർ വരെ ചിരിച്ചങ്ങ് തള്ളുകയാണ്. ആങ്കറിന് ചിരി അടക്കി പിടിക്കാൻ പറ്റുന്നില്ല. വരട്ടടോ, എത്ര പത്രക്കാർ വന്നാലും കടക്കു പുറത്ത് എന്ന് പറഞ്ഞ് പാറ്റൻ ടാങ്ക് പോലെ നിൽക്കും ഈ പി ശശി. ബാക്കിയൊന്നും കണ്ടു. ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു ത്വര. ആങ്കർ ചോദിക്കുകയാണ്, കാണാനുള്ള ക്യൂരിയോസിറ്റി. ആ ചോദിക്കുന്ന ചോദ്യത്തിനകത്ത് ഉണ്ട് പുള്ളിക്കാരത്തിയുടെ ക്യൂരിയോസിറ്റി. ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അന്നേരം അവൻ അവിടുന്ന് പറയുന്നുണ്ട് എന്നെ ഇതുവരും പിടിച്ചിട്ടില്ല, അതിന് മമ്മു ബെസ്റ്റ് ആണെന്ന്. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇന്ന് വരെ ഇവൻ ആരെയൊക്കെ ഒളിഞ്ഞു നോക്കിയെന്ന് ആ നാട്ടിലുള്ള പെൺകുട്ടികൾക്ക് പോലും അറിയത്തില്ല. അതൊരു കലയാണ്, നമ്മളത് ഉണ്ടാക്കണ കലാകാരനും. പണ്ട് ഏതോ ഒരു സിനിമയിൽ മോഹൻലാൽ പറഞ്ഞ പോലെ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടല്ലാത്തോണ്ട് ഞമ്മക്ക് ഗപ്പൊന്നും കിട്ടിയില്ല എന്ന് മാത്രം. മറ്റൊരു സ്ത്രീയുടെ കുളിമുറിയിൽ അവൻ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അതായത് ഞാൻ ഒറ്റക്കല്ല കേട്ടോ, എന്റെ ഒപ്പം വേറൊരുത്തനും കൂടി ഉണ്ടാവും.
ഇത് കുളിസിയും കാണാൻ പോകുന്ന കാര്യത്തെ പറ്റിയാണ്. അവൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, അവന്റെ കൂടെ അവൻ ആളെയും കൂട്ടിയിട്ടാണ് പോകുന്നത്. ഇത് തൊഴിലായിരുന്നു ഇവന്റെ, ഇത് തൊഴിൽ. ഇപ്പുറത്ത് വീട്ടിന്റെ ഇപ്പുറത്തായിരിക്കും, പക്ഷെ അത്രയും എന്തൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ആങ്കർ ആണ്. നമ്മുടെ അതേ വൈബുള്ള ആള് കുളിസിയും കാണാൻ പോകുന്നതിനെ പറ്റിയാണ്, അതല്ലാതെ വേറെ ഒന്നിനെ പറ്റി പോകുന്നതിനെ പറ്റി അല്ല പറയാം. നമ്മുടെ വൈബുള്ള ആളെ കൂടെ നമ്മള് കുളിസിയും കാണാൻ പറ്റാ. പൊന്ന് ചേച്ചി, വെറുതെ നമുക്കൊന്ന് ടൈം പാസ്. വെറുതെ നിൽക്കുമ്പം ടൈം പാസിന് കുളിസിയും കാണാൻ പോവുക. പൊന്നു മോനെ മമ്മു, നീ പറയുന്നത് നിനക്ക് വല്ല ധാരണയുണ്ടോ? നീ എന്തായി പറഞ്ഞു വെക്കുന്നതെന്ന്? അത് നീ തള്ളുന്നതാണോ? ഒരു പബ്ലിക്കായിട്ട് ഒരു മീഡിയയുടെ മുന്നിലാണ് വന്നിട്ട് സംസാരിക്കാൻ നിനക്ക് വല്ല ധാരണയുണ്ടോ? വകതിരിവ് എന്താണെന്ന് പോലും അറിയത്തില്ല. നിന്റെ ഈ ഒരു കാര്യം കണ്ടാൽ മനസ്സിലായി. എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയ ആങ്കറിന്റെ ആ ചോദ്യങ്ങൾ കേട്ടിട്ടാണ്. അവരൊരു സ്ത്രീയായിട്ട് അവർ ഇതിനെ ഇരുന്ന് ഭയങ്കരമായിട്ട് അങ്ങ് സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഭയങ്കര ഫണ്ണായിട്ട് മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ ഒരു സിനാരിയോയെ. അങ്ങനെ കൗതുക ലേശം കൂടുതലാണ്. കുറേ വീട്ടിൽ പോയിട്ടുണ്ട്, അതായത് പുറത്തുനിന്ന് പോയി ഉള്ളു. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇവനെ നാട്ടിൽ പൊതുശല്യമായിട്ട് പ്രഖ്യാപിച്ചത്. ഇവൻ അവിടെ ഒരു നാറിയെ പോലെ ആയിരുന്നു കാണുന്നതെന്ന് ഇവൻ തന്നെ വന്ന് പറയുന്നുണ്ട്. ഇവൻ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണെന്ന് പറയുന്നു. ഈ ഒരു ശീലമുള്ളവനെ സിനിമയുടെ സൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റും. നാളെ ഇനി വേറെ ഏതെങ്കിലും നടിമാരുടെ അവിടെ പോയി ഒളിഞ്ഞു നോക്കുന്നില്ലെന്ന് ആരുണ്ട്? 100% ഞാൻ യോജിക്കുന്നു. ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മമ്മു ഓൺ ഫയർ ഒരു ഈ ലൈവില് വന്നിട്ടുള്ള ചാറ്റാണിത്. ഇൻസ്റ്റഗ്രാമിൽ എങ്ങാണ്ട് ലൈവ് ഇട്ടാന്ന് തോന്നുന്നു. ഈ പിള്ളേരൊക്കെ ഈ സാധനങ്ങൾ കണ്ടിട്ട് ഇൻസ്പയർഡ് ആവും. ഈ ട്രെയിൻ പിള്ളേർക്ക് ചെറിയ ഈ പുറം ലോകത്ത് എന്താ നടക്കുന്നത്, എങ്ങനെ ആളുകളോട് പെരുമാറണം എന്നൊന്നും അറിയാത്ത പിള്ളേർ, ഈ ഗെയിമും കണ്ടുകൊണ്ട് ഇൻസ്റ്റഗ്രാമിൽ റീലും തോണ്ടിക്കൊണ്ടിരിക്കുന്ന ചെറിയ പിള്ളേർ ഈ സാധനങ്ങൾ കണ്ടിട്ട് ഇൻസ്പയർഡ് ആവും. നമ്മളിപ്പോ സ്റ്റേഷനിലാണ് ഫ്ലൈറ്റ് തിന്നതാ. അല്ലല്ല ഓനോട് ചോദിക്കണ്ടേ? അല്ല നീ എന്താ TTR എന്ത് അപരാധിച്ച വർത്താനാടോ നീ പറഞ്ഞേന്ന്? ഈ വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ കുറവാണ്. ഈ ഇടക്കിടക്ക് ഇങ്ങനെ കാണാൻ ഇവരില്ല, വിദ്യാഭ്യാസം ഇല്ല, ഒരു മണ്ണുണ്ണിയാണ് എന്നൊക്കെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കാണാം. ആ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിന്റെ ഒരു സീൻ ഉണ്ടായ സമയം മുതലേ പല ആളുകൾക്കും ഇവനെ കുറിച്ച് മനസ്സിലായതാണ്. ഈ ഇൻസ്റ്റഗ്രാമിൽ BGM ഇട്ട് വരുന്ന ഓരോ ക്ലിപ്പുകളും കണ്ടിട്ടാണ് ഇതുപോലുള്ള ഓരോ സാധനങ്ങൾ പടച്ചു വിടുന്നത് എന്ന് ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഓരോ സീൻ ഉണ്ടാക്കുന്നത്, ഓരോ സംഭവങ്ങൾ വെറുതെ ആവശ്യമില്ലാതെ വെകിളിത്തരം വിളിച്ചു പറയുന്നത് മാസാകും. BGM ഇട്ട് വൈകുന്നേരം ഇൻസ്റ്റഗ്രാം കത്തിക്കും. പിള്ളേർ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാലമാണ് എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ ചെയ്യുന്നത്. മാസാണെന്ന് വിചാരിച്ചിട്ട് ഇവരല്ല. അതാണ്. ജൂൺ 10-ാം തീയതി രാത്രി 10 മണി മുതൽ 4 മണിക്കൂറോളം നീണ്ട ഒരു യൂട്യൂബ് ലൈവ് സ്ട്രീമിങ്ങിനിടെയായിരുന്നു തൊപ്പിയുടെ കൂട്ടാളിയായിരുന്ന, തൊപ്പി എന്നറിയപ്പെടുന്ന യൂട്യൂബറിന്റെ കൂട്ടാളിയായിരുന്ന മമ്മു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയത്. നേരത്തെ തൊപ്പിയുടെ കൂട്ടാളിയായിരുന്നു മമ്മു. തൊപ്പിയുമായി തെറ്റിപ്പിരിഞ്ഞ ശേഷം തൊപ്പി പല കാലങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് എന്ന പേരിലായിരുന്നു ഒരു മഞ്ചേരി സ്വദേശിയായ യുവതിയെ ചേർത്ത പല രീതിയിലുള്ള അസഭ്യ സംഭാഷണങ്ങൾ ഇയാൾ ഈ ലൈവ് സ്ട്രീമിങ്ങിലൂടെ നടത്തിയത്. ഇതിൽ പരാതിക്കാരി മഞ്ചേരി പോലീസിന് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് നടപടികളിലേക്ക് കടന്നത്. തൊപ്പിയുടെ കൂട്ടാളിയായ തൊപ്പിയും മമ്മു അടക്കം 4 പേരാണ് ഈ കേസിലുള്ള പ്രതികൾ. ഷമീർ എന്ന് പറയുന്ന ഒരു യൂട്യൂബറുടെ പേജിൽ കൂടിയായിരുന്നു ഈ ലൈവ് സ്ട്രീമിംഗ്. തൊപ്പി, ഷമീർ, മമ്മു അങ്ങനെ 4 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഇപ്പോൾ മമ്മുവിനെയാണ് മഞ്ചേരി പോലീസ് പിടികൂടിയിരിക്കുന്നത്. അയാളെ ഇപ്പോൾ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സമാനമായ മറ്റൊരു പരാതി കൂടി ആലുവ പോലീസിന് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ടുണ്ട്. ഈ പരാതിയിലും ഇപ്പോൾ തൊപ്പിക്കും അതോടൊപ്പം തന്നെ മമ്മുവിനും വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് നടത്തുകയാണ്. എന്നാലും തൊപ്പി ഇപ്പോഴും ഒളിവിലാണ്. വെറുതെ നിന്ന കുട്ടപ്പട്ടി